ആസൂത്രണ ബോർഡിലേക്കുള്ള PSC പരീക്ഷാ ക്രമക്കേടിൽ ഉദ്യോഗാർത്ഥികളുടെ മൊഴിയെടുത്ത ക്രൈംബ്രാഞ്ച്. PSC ജീവനക്കാരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. ക്രമക്കേടുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകാൻ ആവശ്യപ്പെട്ട് PSCക്ക് തിങ്കളാഴ്ച കത്ത് ക്രൈംബ്രാഞ്ച് നൽകും. അപർണ KS ചേരുന്ന വിവരങ്ങളുമായി. അപർണ, ഏതായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ മൊഴിയെടുത്തിട്ടുണ്ട് ക്രൈംബ്രാഞ്ച്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ആസൂത്രണ ബോർഡ് ചീഫ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, DYSP, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നിവയിലെ ക്രമക്കേടുകളാണ് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുക. ഇതിന്റെ ഭാഗമായി ഇന്നലെ മുതൽ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പ്രത്യേക സംഘം മൊഴി എടുത്തു തുടങ്ങിയിട്ടുണ്ട്. തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികളുടെ മൊഴി ഇന്നലെ ഈ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് പിന്നാലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം PSCക്ക് കത്ത് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയാകും ഇത്തരത്തിൽ കത്ത് നൽകുക. തിങ്കളാഴ്ച തന്നെ PSCയുടെ ബോർഡ് യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിലും ഈ വിഷയം ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. PSCയുടെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. അതിനാൽ തന്നെ പുറത്തു നിന്നുള്ള ഒരു വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള അന്വേഷണം വേണ്ട എന്ന നിലപാടാണ് ഈ PSCക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾക്കുള്ളത്. അതൊക്കെ തന്നെ തിങ്കളാഴ്ച നടക്കുന്ന ബോർഡ് യോഗത്തിൽ ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ അന്വേഷണത്തിനെതിരെ PSC ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കത്തിനും സാധ്യതയുണ്ട്. ഇത്രയും ക്രമക്കേടുകൾ സംഭവിച്ച സ്ഥിതിക്ക് PSCക്ക് അനുകൂലമായ ഒരു നിലപാട് ഹൈക്കോടതി സ്വീകരിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കൂടാതെ തന്നെ സർക്കാരും ഈ PSCയുമായി ബന്ധപ്പെട്ട അഴിമതിയിലൊക്കെ തന്നെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ സൂചിപ്പിച്ചതുപോലെ തന്നെ PSCയുടെ സുതാര്യതയെ തന്നെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ നിയമന തട്ടിപ്പുകളെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. അതിൽ നിന്ന് PSC വീണ്ടെടുക്കണം എന്ന ഒരു ദൗത്യം കൂടി സർക്കാരിന് മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ക്രൈംബ്രാഞ്ച് സംഘത്തെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. എന്തായാലും സർക്കാർ കടുത്ത നിലപാടുകളിലേക്ക് പോകുന്നു. സുതാര്യമായ ഒരു അന്വേഷണം ഈ ഉത്തരവുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. 642 തസ്തികകളിലേക്കുള്ള ഉത്തരക്കടലാസുകൾ നശിപ്പിക്കാനായിട്ടുള്ള ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം PSC പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് നടപ്പാക്കരുത് എന്ന ഒരു നിർദ്ദേശം ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുണ്ട്. ഈ അന്വേഷണം നടക്കുന്ന വേളയിൽ ഇത്തരത്തിൽ ഈ ഉത്തരക്കടലാസുകൾ അടക്കം കത്തിക്കുന്നത് ഈ അന്വേഷണത്തെ ബാധിച്ചേക്കാമെന്ന ഒരു നിഗമനത്തിൽ ആണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം PSCക്ക് നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം പരിശോധിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുന്നത്. എന്തായാലും സമഗ്രമായ അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. കൂടാതെ ഉദ്യോഗാർത്ഥികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദീപ്തി, ശരി. എന്തായാലും ആസൂത്രണ ബോർഡിലേക്കുള്ള PSC പരീക്ഷാ ക്രമക്കേടിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗാർത്ഥികളുടെ മൊഴിയെടുത്തിരിക്കുന്നത്. PSC ജീവനക്കാരുടെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തും. ക്രമക്കേടുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകാൻ ആവശ്യപ്പെട്ട് PSCക്ക് തിങ്കളാഴ്ച ക്രൈംബ്രാഞ്ച് കത്തും നൽകും. അപർണ KS ആണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ അധ്യാപകന്റെ അടിയേറ്റ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റ സംഭവത്തിൽ അധ്യാപകനെതിരെ കേസെടുത്ത പോലീസ്. അധ്യാപകനായ ബൽരാജിനെതിരെ ജുവനൈൽ ആക്ട് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. മർദ്ദനത്തിൽ കുട്ടിയുടെ കൈയുടെ എല്ലിനടക്കം പൊട്ടലുണ്ട്. കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടും അധ്യാപകർ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ ആരോപിച്ചു. കുട്ടിയെ അധ്യാപകർ ചേർന്ന് വീട്ടിലെത്തിച്ച ശേഷം രക്ഷിതാക്കളാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും കുടുംബം പറയുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട മലയാളി വിദ്യാർത്ഥി സാവരിയുടെ കൊലപാതകം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മന്ത്രി ഹരിപ്പാട്ടെ സാവരിയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ സന്ദർശിച്ചു. ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയതായി കുടുംബത്തെ അറിയിച്ചു. പ്രതിയെ വെറുതെ വിടില്ലെന്നും മന്ത്രി കുടുംബത്തിന് ഉറപ്പ് നൽകി. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥിനിയായിരുന്നു സാവരിയ. കൊലപാതകത്തിൽ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയും സാവരിയുടെ സഹപാഠിയുമായിരുന്ന സദറുൽ അനവിനെ ഉസ്ബെക്കിസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തലച്ചോറിലെ രക്തസ്രാവമാണ് സാവരിയുടെ മരണത്തിന് കാരണമെന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലയ്ക്ക് പിന്നിൽ 2 തവണ അടിച്ചതിന്റെ അടയാളങ്ങളുണ്ട്. നട്ടെല്ലിന് ക്ഷതവുമേറ്റിട്ടുണ്ട്. പുറത്തും വയറ്റിലും ചവിട്ടേറ്റത്തിന്റെ പാടുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ജൂലൈ 3-നാണ് കോളേജ് ഹോസ്റ്റലിൽ വെച്ച് സാവരിയ കൊല്ലപ്പെട്ടത്.